ഹായ് എവരിവൺ, ഇത് നമ്മുടെ ബംഗാളി ക്ലാസിന്റെ 5ാമത്തെ ഒരു വീഡിയോ ആണ്. 2ാമത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യവാക്ക് പറഞ്ഞു തന്നിരുന്നു, കോതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ. 3ാമത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു ചോദ്യവാക്ക് പറഞ്ഞു തന്നിരുന്നു, കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്. അതിനുശേഷം 4ാമത്തെ വീഡിയോ മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ വീഡിയോ മുതൽ നമ്മൾ പുതിയൊരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ക്രിയ പറഞ്ഞു തന്നു, വരൂ എന്ന് പറയാനുള്ള ക്രിയ, ആഷോ ആഷൂൺ. അതിനുശേഷം ഈ ക്രിയ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം 3 കാലത്തിലും എല്ലാ സബ്ജക്റ്റും വെച്ച്, അതായത് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ എന്നിങ്ങനെയുള്ള, പിന്നെ അദ്ദേഹം എന്നിങ്ങനെയുള്ള സബ്ജക്റ്റ് എല്ലാം വെച്ച് എല്ലാ കാലത്തിലും, അതായത് വരും, വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നു, ഇങ്ങനെയുള്ള എല്ലാ സെന്റൻസും ഞാൻ പറഞ്ഞു തന്നു. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, അതായത് വരുമോ, വന്നുകൊണ്ടിരിക്കുകയാണോ, വന്നോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാമത്തെ ഒരു ക്രിയയാണ്. ആ ക്രിയ പോകൂ എന്ന് പറയാനാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് ഒരു ബ്രീഫ് ഐഡിയ തരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എല്ലാ സബ്ജക്റ്റും വെച്ച്, അതായത് ഞാൻ, നമ്മൾ, ഞങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ, അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാവും സ്ത്രീയാവും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതെല്ലാം വെച്ചിട്ട് പോകും, പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയി. പിന്നെ അതിനൊപ്പം നമ്മൾ ആദ്യം പഠിച്ച 2 ചോദ്യങ്ങൾ, അതായത് എവിടെ, പിന്നെ എന്ത്, ഈ 2 ചോദ്യങ്ങളും ഈ സെന്റൻസിന്റെ ഉള്ളിൽ എങ്ങനെ ചേർക്കാം, അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന അർത്ഥം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ചോദ്യവാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുന്നത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. കീ, അതായത് എന്ത് എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യവാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, പോയോ, പോയിക്കൊണ്ടിരിക്കുകയാണോ, പോകുമോ. പിന്നെ കോതായി എന്ന് പറഞ്ഞ ആ ഒരു ചോദ്യവാക്ക് ചേർക്കുകയാണെങ്കിൽ എവിടെ പോയി, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങോട്ട് പോകും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ കുറച്ച് ലോങ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം മലയാളി. ആദ്യമേ തന്നെ പോകൂ എന്ന് പറയാനായിട്ട് ബംഗാളിയിൽ പറയുന്നത് എങ്ങനെയാണ്, ജാവു. നമ്മൾക്ക് ഹിന്ദി കുറച്ചൊക്കെ അറിയാമെങ്കിൽ ഹിന്ദിയിൽ ജാവോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാ, ജാവോ, ജായിയെ, അതാണ് അതിന്റെ ഒരു 3 ഫോർമാറ്റ്. അപ്പൊ അതിനകത്തെ ആ തും എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജാവോ, ആ ജാവോ എന്നാണ് ശരിക്കും ഹിന്ദിയിൽ പറയുന്നെങ്കിലും ബംഗാളിയിൽ ജാവു എന്നാണ്. ജാവു സംസാര ഭാഷയിൽ ചിലപ്പോൾ നമുക്ക് ജാവോ എന്ന് നമുക്ക് കേൾക്കാം, പക്ഷെ അത് ഞാൻ ഇവിടെ ജാ ഊ എന്ന് എഴുതാൻ കാരണം തന്നെ അത് അങ്ങനെയാണ് ബംഗാളിയിൽ പറയുന്നത്, ജാവു. ഓക്കെ, ഇത് സമപ്രായക്കാരോടോ കുട്ടികളോടോ പറയാനുള്ള വാക്കാണ്. ഇനി മുതിർന്നവരോട് പറയാനുള്ള വാക്കാണ് ജാൻ. ഓക്കെ, ജാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തോടെ ആരോടെങ്കിലും പോയാലും എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 3 കാലങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് ഭാവി കാലം വെച്ച് തുടങ്ങാം, കാരണം ഏറ്റവും എളുപ്പം ഭാവി കാലമാണ്. ഓക്കെ, ഞാൻ പോകും എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആമി ജാബോ. മുൻപത്തെ വീഡിയോയിൽ ഞാൻ വരും എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു ആമി ആഷ്ബോ എന്നാണ്. അപ്പൊ ബോ എന്ന് അവസാനിക്കുന്ന ഒരു വാക്യഘടനയാണ് ഭാവി കാലത്തിൽ ഞാൻ എന്ന് പറഞ്ഞ വാക്ക്, അതായത് അമി എന്ന് പറഞ്ഞ വാക്ക് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പം അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആമി ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും. ഇനി നീ പോകും എന്ന് പറയാനായിട്ട് തുമി ജാബേ. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ തുമി എന്ന് പറയുന്ന, അതായത് ഭാവി കാലത്തിൽ തുമി എന്ന് പറയാനും ഷേ എന്ന് പറയാനും താര എന്ന് പറയാനും ഒക്കെ കൂടി ആകെ ഒറ്റ വാക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൻ, അവൾ, അവർ എന്നൊക്കെ പറയുന്ന നേരത്ത് ഇതേ വാക്യഘടന തന്നെയാണ്. എന്തായാലും ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും, ഇപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അമി ജാബോ, പിന്നെ തുമി ജാബേ. ഓക്കെ, ഇനി നമ്മൾ, ഞങ്ങൾ. ഓക്കെ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ, നമ്മൾ, ഞങ്ങൾ, ഈ 3നും കൂടി ആകെ ഒറ്റ വാക്യഘടനയാണ്. അപ്പം അമി ജാബോ, ആമ്രാ ജാബോ, ആമ്രാ ജാബോ. അമി ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും, ആമ്രാ ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും, ആമ്രാ ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഓക്കെ, അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ് ഈ തുമി ജാബേ എന്നാണ്. ഓക്കെ, ഓക്കെ, ഇനി 5ാമത്തത് താങ്കൾ പോകും. താങ്കൾ പോകും എന്ന് പറയാനുള്ള വാക്കാണ് ആപ്നി ജാബേൻ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബഹുമാനപൂർവ്വമായിട്ട് എപ്പോഴും എൻ എന്ന് പറഞ്ഞ ഒരു അക്ഷരത്തിൽ അവസാനിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്നി ജാബേൻ എന്നാണ് താങ്കൾ പോകും എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ, അവൾ, ഇതിന് 2നും കൂടി തുമി എന്ന് പറഞ്ഞ വാക്കിന് എന്താണോ ആ വാക്ക് അത് തന്നെയാണ്. അതുകൊണ്ട് അവൻ പോകും എന്ന് പറയാനായിട്ട് ഷേ ജാബേ, അവൾ പോകുന്നു പറയാനും ഷേ ജാബേ. ഓക്കെ, അവർ പോകുന്നു പറയാനായിട്ട് താര ജാബേ. ഓക്കെ, അപ്പം തുമി, ഷേ, ഷേ, താര എല്ലാത്തിനും കൂടി ജാബേ തന്നെയാണ്. ആമി, ആമ്ര, ആമ്ര 3നും കൂടി ജാബോ ആണ്. പിന്നെ ആപ്നി, പിന്നെ ഒരു വാക്കുകൂടി ഉണ്ട്, അദ്ദേഹം, പുരുഷനായാലും സ്ത്രീ ആയാലും. അതിന് വരുന്നത്
ആപ്നിക്ക് എന്താണോ അത് തന്നെയാണ്. അപ്പം തിനി ജാബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. അപ്പൊ നമ്മൾ ഈ ഭാവി കാലത്തിൽ ഓർത്തു വെക്കുന്നതാകെ 3 വാക്കുകളാണ്. 1 ജാബോ, 2 ജാബേ, 3 ജാബേൻ. അമി ജാബോ, ആമ്ര ജാബോ, ആമ്ര ജാബോ. തുമി ജാബേ, ഷേ ജാബേ, ഷേ ജാബേ, താര ജാബേ. ആപ്നി ജാബേൻ, തിനി ജാബേൻ. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് നമ്മുടെ ബംഗാളി ക്ലാസിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 4 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണുക. അറ്റ്ലീസ്റ്റ് ഈ 4ാമത് ചെയ്ത തൊട്ട് മുൻപത്തെ വീഡിയോകളും കാണുക. അപ്പോൾ ഞാൻ ഈ പറയുന്നതാണെന്ന് കുറച്ചും കൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം അതാണ് ബംഗാളിയിലെ ഭാവികാലം. ഇനി നമുക്ക് വർത്തമാന കാലത്തിലേക്ക് വരാം. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനുള്ള വാക്കാണ് അമി ജാച്ചി. ഓക്കെ, അമി ജാച്ചി. മുൻപ് അമി ആഷ്ചി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് അമി ജാച്ചി. നീ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടുള്ള വാക്കാണ് തുമി ജാച്ചോ. ഓക്കെ, തുമി ജാച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ശേഷം ഉടനെ നമ്മൾ, ഞങ്ങൾ അതുകൂടി പറയാം. കാരണം എല്ലാത്തിനും കൂടി ഒറ്റ വാക്കാണല്ലോ. അപ്പം അമി ജാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമ്ര ജാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമ്ര ജാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് തുമി. തുമി ജാച്ചോ. ഓക്കെ, തുമി ജാച്ചോ. ഇവിടെ ഈ തുമിക്ക് എന്താണ് വാക്ക്? അത് ഷേ, താര ഇതിനൊന്നും ഉപയോഗിക്കില്ല. ഓക്കെ, അത് ഭാവി കാലത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പം നീ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് തുമി ജാച്ചോ. ഇനി താങ്കൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് ആപ്നി ജാച്ചേൻ. ഓക്കെ, ആപ്നി ജാച്ചേൻ. ഇനി അവൻ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് ഷേ ജാച്ചേ. അവൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനും ഷേ ജാച്ചേ. അവർ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് താര ജാച്ചേ. ഇനി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് അപ്നിക്ക് എന്താണോ അതുപോലെ തന്നെ തിനി ജാച്ചേൻ. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും 4 വാക്കുകൾ ഓർത്തിരിക്കണം. ജാച്ചി, ജാച്ചോ, ജാച്ചേൻ, ജാച്ചേ. ഓക്കെ, അമി ജാച്ചി, ആമ്ര ജാച്ചി, ആമ്ര ജാച്ചി, തുമി ജാച്ചോ, ഷേ ജാച്ചേ, ഷേ ജാച്ചേ, താര ജാച്ചേ, പിന്നെ തിനി ജാച്ചേൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് ആ വാക്കുകൾ. അപ്പൊ പോകും എന്ന് പറയാനുള്ള ആ വാക്ക് വെച്ചിട്ടുള്ള വർത്തമാനകാലം കഴിഞ്ഞു. ഇനി ഭൂതകാലം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു ഭൂതകാലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇതിനകത്ത് തന്നെ സിമ്പിൾ പാസ്റ്റും ഉണ്ട്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റും ഉണ്ട്. അപ്പം ആദ്യം സിമ്പിൾ പാസ്റ്റ് പറയാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. പ്രസന്റ് പെർഫെക്റ്റ് അധികം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സംസാരിക്കാനായിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ രണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് വെച്ച് കൊടുക്കാം. ഞാൻ പോയി എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് അമി ഗിയച്ചി. അമി ഗിയച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി. ഇനി നീ പോയി എന്ന് പറയുന്ന വാക്കാണ് തുമി ഗിയച്ചോ. ഓക്കെ, തുമി ഗിയച്ചോ. താങ്കൾ പോയി, അതിനു മുൻപ് നമ്മൾ, ഞങ്ങൾ, അത് വേണല്ലോ. നമ്മൾ പോയി എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് ആമ്ര ഗിയച്ചി. ഞങ്ങൾ പോയി എന്ന് പറയാനായിട്ട് ആമ്ര ഗിയച്ചി. ഓക്കെ, അപ്പം അമി ഗിയച്ചി, ആമ്ര ഗിയച്ചി, ആമ്ര ഗിയച്ചി. നീ ആണെങ്കിൽ തുമി ഗിയച്ചോ. ഇനി താങ്കളാണെങ്കിൽ ആപ്നി ഗിയച്ചേൻ. ഓക്കെ, ആപ്നി ഗിയച്ചേൻ. അടുത്തത് അവൻ, അവൾ, അവർ. ഇതിന് ഒരു സെപ്പറേറ്റ് വാക്യഘടനയാണ്. അത് അവൻ പോയി എന്ന് പറയാനുള്ള വാക്കാണ് ഷേ ഗേച്ചെ. ഓക്കെ, ഗിയേച്ചെ എന്നില്ല, ഗേച്ചെ. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ബംഗാളിയിൽ, അതായത് ഈ നമ്മുടെ ഈ പഴയ മലയാളം നമ്മൾ പറയുമല്ലോ, പണ്ടത്തെ ആ ഒരു ഭാഷ, സാഹിത്യ ഭാഷ, അതിനകത്ത് ശരിക്കും ഇത് ഗിയേച്ചെ എന്ന് തന്നെയായിരുന്നു. സംസാരത്തിൽ ഉരുത്തിരിഞ്ഞ് ഗേച്ചെ എന്നായി മാറിയതായിരിക്കണം. ഓക്കെ, അപ്പം അവൻ പോയി എന്ന് പറയാനായിട്ട് ഷേ ഗേച്ചെ, അവൾ പോയി എന്ന് പറയാനും ഷേ ഗേച്ചെ, അവർ പോയി എന്ന് പറയാനും താര ഗേച്ചെ. ഓക്കെ, പിന്നെ തിനി, അദ്ദേഹം പോയി എന്ന് പറയാനായിട്ട് തിനി ഗിയേച്ചേൻ. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഗിയേച്ചി, ഗിയേച്ചോ, ഗിയേച്ചേൻ, ഗേച്ചെ. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ്. അപ്പം പ്രസന്റ് പെർഫെക്റ്റിൽ ഞാൻ പോയി, നമ്മൾ പോയി, ഞങ്ങൾ പോയി എന്ന് പറയാനുള്ള വാക്ക് എങ്ങനെയാണ്? അമി ഗിയച്ചിലാം. ഓക്കെ, അപ്പം അമി ഗിയച്ചിലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി, ജസ്റ്റ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഐ ഹാവ് ഗോൺ, അതാണ് അതിന്റെ ഒരു ശരിയായി ഇംഗ്ലീഷിൽ വരുന്നത്. ഇനി നമ്മൾ പോയി എന്ന് പറയാനായിട്ട് ആമ്ര ഗിയച്ചിലാം. ഞങ്ങൾ പോയി എന്ന് പറയാനായിട്ട് ആമ്ര ഗിയച്ചിലാം. അടുത്തത് നീ, തുമി ഗിയച്ചിലേ. ഓക്കെ, തുമി വരുന്ന നേരത്ത് ഗിയച്ചിലേ എന്നാണ്. ഓ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അവസാനിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, തുമി ഗിയച്ചിലേ. താങ്കൾ പോയി എന്ന് പറയാനായിട്ട് എളുപ്പമാണ്, ആപ്നി ഗിയച്ചിലേൻ. ഓക്കെ, ആപ്നി ഗിയച്ചിലേൻ. അടുത്തത് അവൻ, അവൾ, അവർ. അവൻ
പോയി എന്ന് പറയാനുള്ള, അതായത് ഈ പ്രസന്റ് പെർഫെക്റ്റിൽ പറയാനുള്ള വാക്ക് ഇങ്ങനെയാണ് ഷേ ഗിയച്ചിലോ. ഓക്കെ, ഇനി അവൾ പോയി എന്ന് പറയാനായിട്ട് വീണ്ടും ഷേ ഗിയച്ചിലോ. അവർ പോയി എന്ന് പറയാനായിട്ട് താര ഗിയച്ചിലോ. ഇനി അദ്ദേഹം, ഓക്കെ, അദ്ദേഹം എന്ന് പറയാനുള്ള വാക്ക് ഇങ്ങനെയാണ് തിനി ഗിയച്ചിലേൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ശരിക്കും ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ് പറയുന്നത് അത് പഠിച്ചാൽ മതി. അപ്പം പ്രസന്റ് പെർഫെക്റ്റിൽ ഇങ്ങനെയാണ് വരുന്നത് ഗിയച്ചിലാം, ഗിയച്ചിലേ, ഗിയച്ചിലേൻ, ഗിയച്ചിലോ. അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് പഠിക്കുക. ഗിയച്ചി, ഗിയച്ചോ, ഗിയച്ചൻ, ഗിയച്ച്. ഓക്കെ, അപ്പൊ അതോടുകൂടി ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം ഇത് മൂന്നും കഴിഞ്ഞു. ഇനി ഈ മൂന്ന് കാലത്തിനും കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം കീ എന്ന് പറഞ്ഞ ആ വാക്ക് വെച്ച്, കീ എന്ന വാക്ക് ഈ സെന്റൻസിനെല്ലാം ഉള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഓക്കെ, ഞാൻ ആദ്യം ഭാവികാലം വെച്ച് കൊടുക്കാം. ഭാവികാലത്തിൽ ഈ കീ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പോകും എന്ന് പറയുന്നത് എങ്ങനെയാണ് അമി ജാബോ. അമിക്ക് ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുമോ. നമ്മളങ്ങനെ പറയാറില്ല, പക്ഷെ അതാണ് അതിന്റെ ഒരു വാക്യഖണ്ഡം. നമ്മൾ പോകും, ആമ്ര ജാബോ. ആമ്രാക്കി ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമോ. ഞങ്ങൾ പോകും, ആമ്ര ജാബോ. ആമ്രാക്കി ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമോ. ഇത് മൂന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഇനി ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ഓക്കെ, നീ പോകും, തുമി ജാബേ. തുമിക്ക് ജാബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോകുമോ. ഓക്കെ, അടുത്തത് താങ്കൾ, താങ്കൾ പോകും എന്ന് പറയാനായിട്ട് ആപ്നി ജാബേൻ. താങ്കൾ പോകുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ആപ്നിക്ക് ജാബേൻ. താങ്കൾ പോകുമോ. ഓക്കെ, ബഹുമാനം കൊടുത്ത് നിങ്ങൾ എന്ന് പറയുന്നതാണ് ഈ താങ്കൾ. ഓക്കെ, ഈ ആപ്നി എന്ന് പറയുന്നത്. അടുത്തത് അവൻ പോകുമോ, ഷേക്കി ജാബേ. വീണ്ടും അവൾ പോകുമോ എന്ന് ചോദിക്കാനും ഷേക്കി ജാബേ. അവർ പോകുമോ എന്ന് ചോദിക്കാനായിട്ട് തരക്കി ജാബേ. അദ്ദേഹം പോകുമോ എന്ന് ചോദിക്കാനായിട്ട് തിനിക്ക് ജാബേൻ. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇനി വർത്തമാനകാലം, വർത്തമാനകാലത്തിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പറയാനുള്ള വാക്കാണ്. ഓക്കെ, അമിക്ക് ജാച്ചി, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ. പറയാറില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ, ആമ്രാക്കി ജാച്ചി, അതും പറയാറില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ, ആമ്രാക്കി ജാച്ചി. വീണ്ടും ഓക്കെ, ഇനി ഉപകാരമുള്ളത് പറയാം. നീ പോയിക്കൊണ്ടിരിക്കുകയാണോ, തുമിക്ക് ജാച്ചോ. പിന്നെ താങ്കൾ പോയിക്കൊണ്ടിരിക്കുകയാണോ, അബ്നിക്ക് ജാച്ചേൻ. ഇനി അവൻ പോയിക്കൊണ്ടിരിക്കുകയാണോ, ഷേക്കി ജാച്ചേ. അവൾ പോയിക്കൊണ്ടിരിക്കുകയാണോ, ഷേക്കി ജാച്ചേ. അവർ പോയിക്കൊണ്ടിരിക്കുകയാണോ, താരാക്കി ജാച്ചേ. ഓക്കെ, ഞാൻ ഈ താരാക്കി ജാച്ചേ എന്ന് പറയുന്ന നേരത്തെ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അത് ചോദ്യമാണ് കേട്ടോ. അതായത് താരക്കി ജാച്ചേ എന്ന് ചോദിക്കണം, അല്ലാതെ താരക്കി ജാച്ചേ എന്ന് പറയാൻ പാടില്ല. കാരണം അത് ചോദ്യമാണ്. കീ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ ഉള്ളിലുണ്ടല്ലോ. ഓക്കെ, ഇനി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണോ, തിനിക്ക് ജാച്ചേൻ. ഓക്കെ, അപ്പം അതാണ് വർത്തമാനകാലം. ഇനി ഭൂതകാലം, കഴിഞ്ഞു പോയ കാലത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിക്കാനാണ്. അതായത് പോയോ. ഓക്കെ, ഞാൻ പോയോ, നമ്മൾ പോയി, ഞങ്ങൾ പോയി അല്ല. ഓക്കെ, നമുക്ക് ആദ്യം സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. സിമ്പിൾ പാസ്റ്റ് മാത്രം മതി, കാരണം പ്രസന്റ് പെർഫെക്റ്റ് അതേ വാക്യഘടന തന്നെയാണ്, പക്ഷെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിൽ രണ്ടിനും ഇടയിൽ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ പോയോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് അമിക്ക് ഗിയച്ചി. ഓക്കെ, ഇനി നമ്മൾ പോയോ, ആമ്രാക്കി ഗിയച്ചി. ഞങ്ങൾ പോയോ, ആമ്രാക്കി ഗിയച്ചി. പിന്നെ നിങ്ങൾ പോയോ, നീ പോയോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് തുമിക്ക് ഗിയച്ചോ. ഓക്കെ, ഇനി താങ്കൾ പോയോ, അപ്നിക്ക് ഗിയച്ചേൻ. അവൻ പോയോ, ഷേക്കി ഗേച്ചെ. അവൾ പോയോ, ഷേക്കി ഗേച്ചെ. ഓക്കെ, ഷേക്കി ഗേച്ചെ എന്ന് ഫുൾ സ്റ്റോപ്പ് അല്ല, ഷേക്കി ഗേച്ചെ. പിന്നെ അവർ പോയോ, താരക്കി ഗേച്ചെ. പിന്നെ അദ്ദേഹം താരക്കി ഗിയച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ കീ എന്ന് പറഞ്ഞ വാക്ക് ഈ പറഞ്ഞ എല്ലാ സെന്റൻസിന്റെ ഒപ്പം ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ആ ഒരു ചോദ്യവാക്ക് എവിടെ, എങ്ങോട്ട്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഭാവികാലം വെച്ച് തുടങ്ങാം. ഓക്കെ, അമി കോതായി ജാബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കീ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഇതിന്റെ ഉള്ളിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ലോജിക്കലായിട്ട് കറക്റ്റ് ആയിട്ട് വരില്ല. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, ഗ്രാമർ വെച്ച് നോക്കുകയാണെങ്കിൽ, വ്യാകരണം വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഗ്രാമർ മാത്രമല്ല, ലോജിക്കും കറക്റ്റാണ്. ഞാൻ എങ്ങോട്ട് പോകും, അമി കോതായി ജാബോ. നമ്മൾ എങ്ങോട്ട് പോകും, അമ്ര കോതായി ജാബോ. ഞങ്ങൾ എങ്ങോട്ട് പോകും, അമ്ര കോതായി ജാബോ. ഓക്കെ, ഇനി നീ എങ്ങോട്ട് പോകും, തുമി കോതായി ജാബേ. ഇനി താങ്കൾ എങ്ങോട്ട് പോകും, ആപ്നി കോതായി ജാബേൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ബംഗാളി. ഓക്കെ, അടുത്തത് അവൻ എങ്ങോട്ട് പോകും, ഷേ കോതായി ജാബേ. അവൾ എങ്ങോട്ട് പോകും, അത് തന്നെയാണ് ഷേ കോതായി ജാബേ. അവൾ എങ്ങോട്ട് പോകും, അവർ എങ്ങോട്ട് പോകും, താര കോതായി ജാബേ. ഇനി അദ്ദേഹം എങ്ങോട്ട് പോകും, തിനി കോതായി ജാബേൻ.
ഓക്കെ, അപ്പം ഭാവി കാലം കഴിഞ്ഞു. ഇനി വർത്തമാനകാലം. വർത്തമാനകാലത്തിൽ ഞാൻ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പറയില്ല. ഓക്കെ, ഇവിടെ ലോജിക്കൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, എന്നാലും പറയാം. അമി കോദായ് ജാച്ചി, ഞാൻ എങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആമ്ര കോദായ് ജാച്ചി, നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കറക്റ്റാണ് ലോജിക്കലി. ഞങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വരില്ല, എന്നാലും പറഞ്ഞേക്കാം. ഞങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആമ്ര കോദായ് ജാച്ചി. ഇനി നീ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുമി കോദായ് ജാച്ചോ. ഓക്കെ, ആപ്നി കോദായ് ജാച്ചേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷേ കോദായ് ജാച്ചേ, അവൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷേ കോദായ് ജാച്ചേ. താര കോദായ് ജാച്ചേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ വാക്ക് തിനി കോദായ് ജാച്ചേൻ, അദ്ദേഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോദായ് എന്ന വാക്ക് വെച്ച് വർത്തമാനകാലത്തിലും സെന്റൻസ് കഴിഞ്ഞു. ഇനി ഭൂതകാലം. ഓക്കെ, അമി കോദായ് ഗിയച്ചി, ഞാൻ എങ്ങോട്ടാണ് പോയത്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോയത് ആമ്ര കോദായ് ഗിയച്ചി. ഓക്കെ, അത് കറക്റ്റ് വരും. ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് വരില്ല, എന്നാലും പറഞ്ഞേക്കാം. ആമ്ര കോദായ് ഗിയച്ചി, ഞങ്ങൾ എങ്ങോട്ടാണ് പോയത്. ഇനി നീ എങ്ങോട്ടാണ് പോയത് തുമി കോദായ് ഗിയച്ചോ, തുമി കോദായ് ഗിയച്ചോ. ഇനി താങ്കൾ എങ്ങോട്ടാണ് പോയത് അബ്നി കോദായ് ഗിയച്ചെൻ. ഓക്കെ, ഇനി അവൻ എങ്ങോട്ടാണ് പോയത് ഷേ കോദായ് ഗേച്ചെ, അവൾ എങ്ങോട്ടാണ് പോയത് ഷേ കോദായ് ഗേച്ചെ. ഇനി താര കോദായ് ഗേച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങോട്ടാണ് പോയത്. അവസാനത്തെ വാക്ക് തിനി കോദായ് ഗിയച്ചെൻ. ഓക്കെ, അദ്ദേഹം എങ്ങോട്ടാണ് പോയത്. ഓക്കെ, എന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ, ഇത് കഴിഞ്ഞതിന്റെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പോകൂ എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് വാക്ക്, ബഹുമാനത്തോടെ എങ്ങനെയാണ് പോയാലും എന്ന് പറയുന്നത്. പിന്നെ ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഭൂതകാലത്ത് തന്നെ രണ്ടെണ്ണം, സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും. അതൊക്കെ വിട്ടേക്ക്. അപ്പം ഞാൻ പോകും, പിന്നെ നമ്മൾ, ഞങ്ങൾ, നിങ്ങൾ എല്ലാവരും പോകും. അതിനുശേഷം നമ്മൾ, ഞങ്ങൾ, നിങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ, ഞങ്ങൾ, നിങ്ങളെല്ലാം പോയി. ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം ചോദ്യം പോയോ, പോയിക്കൊണ്ടിരിക്കുകയാണോ, പോകുമോ. അതിനുശേഷം എങ്ങോട്ടാണ്. ഓക്കെ, എങ്ങോട്ടാണ് പോയത്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പക്ഷെ ആരും കമന്റ് ചെയ്ത് കാണുന്നില്ല. മറ്റുള്ള ഭാഷ വീഡിയോകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവശ്യത്തിന് ലൈക്കും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോകൾ തുടർന്ന് വേണമെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയും പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.